നമസ്കാരം. 2025 എന്ന പുതുവർഷം ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സമയമാകുന്നു. അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതായ സാഹചര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പല വിധത്തിലുള്ള അനുകൂലമായ കാര്യങ്ങളും വർദ്ധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. പറയുന്നത് പൊതുഫലപ്രകാരമാകുന്നു. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2025 എന്ന പുതുവർഷത്തിൽ സ്വച്ഛതയും സമാധാനവും എല്ലാ കാര്യങ്ങളിലും നിലനിർത്തുവാൻ സാധിക്കുന്നതായ ഒരു വർഷമായി തന്നെ മാറും. പല കാര്യങ്ങളിലും അത് പ്രകടമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. വളരെ കാലമായി കാത്തു പോരുന്നതായ ന്യായമായ ആഗ്രഹങ്ങൾ, വളരെ കാലമായി ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹങ്ങൾ നടക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ പല കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സമൂഹവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ സ്വാധീന ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വളരെ അനുകൂലമായ കാര്യങ്ങൾ ചെയ്യുക, സമൂഹത്തിൽ നിന്നും ബഹുമാനം നേടിയെടുക്കുക, അംഗീകാരങ്ങൾ നേടിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ 2025 എന്ന പുതുവർഷത്തിൽ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയാലും നിങ്ങൾ ചെയ്തിരിക്കുന്നതായ കാര്യങ്ങളാലും നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. കല സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കൂടുതൽ ഉയരങ്ങളിൽ എത്തുവാനുള്ള അവസരങ്ങൾ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ഏതെങ്കിലും ദുരിതങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ അത് ഈ 2025 ക്രമേണ കുറഞ്ഞ് വരുന്നതാകുന്നു. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട്, നിങ്ങളുടെ മേഖലകളുമായി ബന്ധപ്പെട്ട് പുരസ്കാരങ്ങൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഒന്നിൽ കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം. 2025 ഇത്തരത്തിൽ വളരെ സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതായ ഒരു വർഷമായി തന്നെ മാറും എന്ന് നിസ്സംശയം പറയാം. ഗൃഹനിർമ്മാണം ഉണ്ട് എങ്കിൽ, ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവരാണ് അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ അത് പൂർത്തിയാക്കുവാനും താമസം തുടങ്ങുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇനി അഥവാ വീട് എന്ന സ്വപ്നം മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് എങ്കിൽ ഈ വർഷം അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഗൃഹനിർമ്മാണം നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. പലപ്പോഴും പണമില്ല എന്ന കാരണം കൊണ്ട് പലപ്പോഴും പിന്നിലേക്ക് മാറി നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. അത് വീട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ വീട് സ്വന്തമാക്കുവാനുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത്തരം കാര്യങ്ങൾ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോവുകയും ഗൃഹം നിർമ്മിക്കാനുള്ള അവസരങ്ങൾ തടസ്സങ്ങളൊഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. കൂടാതെ ഈ സമയം പ്രധാനമായും ശനി മാറ്റം നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. രാഹുമാറ്റവും കാര്യവിഘ്നത്തിനും അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. രാഹുമാറ്റം സംഭവിക്കുന്നതിനാൽ കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വ്യാഴം 12 സഞ്ചരിക്കുന്നതിനാൽ വർഷത്തിന്റെ മധ്യത്തിൽ കൂടുതൽ യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. യാത്രകൾ അനുകൂലമാക്കുവാനുള്ള സാധ്യതകൾ നിങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നല്ല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും
ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ചെലവ് അല്പം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചെലവിനേക്കാൾ കൂടുതലായോ അല്ലെങ്കിൽ ഇരട്ടിയായോ ചെലവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അതിനാൽ ഇത്തരത്തിൽ കാര്യങ്ങൾ വന്ന് ഭവിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം ഇറങ്ങിത്തിരിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാക്കുന്നു. കുടുംബാംഗങ്ങൾ ജോലി, പഠനം മുതലായ കാരണങ്ങളാൽ പല വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ദൂരദേശത്തോ ആണ് താമസിക്കുന്നത് എങ്കിൽ പോലും കൂടിച്ചേരലുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ പൊതുവിൽ അല്പം കുറവാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതൽ തന്നെയാകുന്നു. ഊഹക്കച്ചവടത്തിൽ നിന്നും നേട്ടങ്ങൾ വന്നു ചേരാം. കൂടാതെ മറ്റുള്ളവരെ അറിയിക്കാത്ത ചില കച്ചവടങ്ങളുമായി ബന്ധപ്പെട്ടും സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് വന്നു ചേരാം. പിന്നീട് അറിയിക്കാം എന്ന രീതിയിൽ കച്ചവടം ചെയ്യുകയാണ് എങ്കിലും അത്തരം കാര്യങ്ങളിൽ ലാഭം അല്പം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ നീങ്ങിയില്ല എങ്കിൽ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭവാർത്തകൾ, നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചതായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാം. ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. കൂടാതെ വർഷാരംഭവുമായി ബന്ധപ്പെട്ട് മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഗുണാനുഭവങ്ങൾ ഈ സമയം പ്രത്യേകിച്ചും വർഷാരംഭം തന്നെ നിങ്ങൾക്ക് വന്നു ചേരാം. പല കാര്യങ്ങളിലും ഗുണകരമായ മാറ്റങ്ങൾ, അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. വളരെ കാലമായി അകന്ന് നിന്നവരെ കാണുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ പെട്ടെന്ന് നിങ്ങൾക്ക് മുൻപിൽ വരികയോ അല്ലെങ്കിൽ അവിചാരിതമായി കാണുകയോ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ ഒരു വർഷമായി തന്നെ മാറാം. പലപ്പോഴും സഹായം നിങ്ങൾക്ക് ആവശ്യമായി വരാം. എന്നാൽ ആ സഹായം പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ വ്യക്തികളിൽ നിന്നും ലഭിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈ വർഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ, അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സഹായമോ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം ലോട്ടറിയുമായി ബന്ധപ്പെട്ട് അഥവാ ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. ദൂരയാത്രകൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ദൂരദേശത്തേക്ക് യാത്രകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സെപ്റ്റംബർ, നവംബർ, ഡിസംബർ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച് ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നത് വിശേഷമാകുന്നു. ഇന്നേ ദിവസം ഭദ്രദീപം തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അത് നെയ്വിളക്കാണ് എങ്കിൽ അതീവ ശുഭകരവുമാണ്. ഇപ്രകാരം എല്ലാ വെള്ളിയാഴ്ചകളിലും തെളിയിച്ച് ദേവിയെ നിങ്ങൾ ആരാധിക്കുക. തീർച്ചയായും ഈ വർഷം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ച പാടുള്ളതല്ല. ഇപ്രകാരം മുന്നോട്ട് പോവുക.